ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കുണ്ടലിനിപ്പാട്ട്, മന്ത്രം 13. എല്ലാം ഇറക്കിയെടുക്കും ഏകൻ പദ പല്ലവം പറ്റി നിന്നാടുവമ്പേ. എല്ലാം ഇറക്കി എടുക്കും ഏകൻ പദ പല്ലവം പറ്റി നിന്നാടുവമ്പേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. കുണ്ടലിനി പാട്ട് മന്ത്രം 13 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു: ജഡദൃശ്യ പരമ്പരയെ മുഴുവൻ പുറംതള്ളി സ്വയം തെളിയുന്ന അദ്വൈതമായ ആത്മാവിൻ്റെ ആനന്ദപ്രദമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അല്ലയോ കുണ്ടലിനി നൃത്തം വെച്ച് മുന്നോട്ട് കുതിക്കൂ. ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രാണൻ എന്നിങ്ങനെ തൊട്ടെണ്ണാവുന്ന ഘടകങ്ങളെ വേർതിരിച്ചു മാറ്റി നിർത്തണം. മാറ്റി നിർത്താവുന്ന ഈ ഘടകങ്ങൾ അവസാനിച്ചാൽ അവയെ കണ്ടുകൊണ്ടിരുന്ന് കണ്ണെന്ന പോലെ ബോധസ്വരൂപനായ ആത്മാവ് ശേഷിക്കും. ചിത്തം അതോടെ ആത്മസ്വരൂപത്തിൽ അലിഞ്ഞു ചേർന്ന് നിശ്ചലമായി ഭവിക്കും. ഇങ്ങനെ അദ്വൈത ആനന്ദ സത്യം തെളിയുന്ന അനുഭവ മണ്ഡലത്തെയാണ് യോഗി തുര്യ അനുഭവം അഥവാ നിർവികൽപ്പ സമാധി എന്ന് വിവരിക്കുന്നത്. നിലനിൽപ്പിന്റെ ആഴമേറിയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന മട്ടിൽ ക്രമമായി വളർന്നു വരുന്ന മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റൂ. കുണ്ടലിനിയുടെ ഉണർവ് വ്യക്തിഘടകങ്ങളെ സുവ്യക്തമായി വേർതിരിക്കാനും നേടി പ്രക്രിയയെ സുഗമമാക്കാനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാം പുറംതള്ളി നിർവികൽപ്പ അനുഭവത്തെ ലക്ഷ്യമാക്കി മുന്നോട്ടു നീങ്ങാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ 13ാം ഈരടിയിൽ കുണ്ടലിനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.